ഇത്രയും വൈകിപ്പിച്ചതിന് മാഡം വഴക്ക് പറഞ്ഞു. അത് പിന്നെ ബാഗ് സൂക്ഷിച്ചിരുന്ന ലോക്കറിന്റെ ചാവി കണ്ടില്ല. ആനോന് പറ്റിയൊരു അബദ്ധ. അതാ ലൂയിസ് വന്നപ്പോ തന്നിവിടാൻ പറ്റാതിരുന്നത്. കാരണങ്ങൾ അറിയേണ്ടത് എനിക്കല്ല, നിങ്ങൾ വന്ന വിളിക്കാൻ പറഞ്ഞു മാഡം. മാഡം അവരെത്തി. കൊണ്ടുവന്നിട്ടുണ്ട്. ശരി, ഞാൻ നോക്കട്ടെ. മാഡം ഇതിൽ പണമില്ല. ഞാൻ ഊഹിച്ചു, അതാ തുറന്നു നോക്കാൻ പറഞ്ഞത്. ഫോൺ അവൾക്ക് കൊടുക്ക്, നീലിമയ്ക്ക്. ശരി മാഡം. മാഡം സംസാരിക്കേ. ഹലോ മാഡം. പണം എവിടെ? ഞങ്ങൾക്കറിയില്ല മാഡം. പണം അതിലുണ്ടായിരുന്നതാ. എന്നിട്ട് എവിടെ? ബ്ലാക്ക് ഏഞ്ചൽസ് ചതിക്കില്ലെന്നായിരുന്നു ഇതുവരെയുള്ള എന്റെ വിശ്വാസം. ഇന്നത് നിങ്ങൾ തന്നെ തെറ്റിച്ചു. വിശ്വാസവഞ്ചന കാണിച്ചാൽ അതിന് ഞാൻ നൽകുന്ന ശിക്ഷ എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്. മാഡം, അത് അരുണ ബാഗ് സൂക്ഷിച്ചിരുന്നത് എന്ത് പറ്റിയെന്ന് ഞങ്ങൾ അവളോട് ചോദിക്കട്ടെ. അവൾ എവിടെ? നിങ്ങൾക്കൊപ്പം ഇല്ലേ? ഇല്ല, വന്നിട്ടില്ല. വീട്ടിലാണ്. തിരിച്ചു ചെന്ന് സത്യം അവളോട് ചോദിക്കേ. ചതിച്ചത് അവളാണെങ്കിൽ ബ്ലാക്ക് ഏഞ്ചൽസിൽ ഇനി 2 പേർ മതി. മൂന്നാമത്തെ ആൾ ഇനി വേണ്ട. ഈ ഭൂമുഖത്തെ വേണ്ട. മനസ്സിലായോ? മനസ്സിലായി മാഡം. ശരി ശരി മാഡം. എന്താ എനിക്കറിയില്ല. ഇതുകൂടെ കൊണ്ടുപോ. ഞങ്ങൾക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ 3 പേരും നിസ്സാരക്കാരല്ലാന്ന് എനിക്കറിയാം. ഏത് കാര്യവും വിദഗ്ധമായി നടത്തിയെടുക്കാനുള്ള കഴിവും തന്റെടവും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 3 പേരെ എനിക്കിഷ്ടവുമാണ്. നിങ്ങൾ എന്തിനാ ഞങ്ങളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നേ? അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ നേട്ടം ഉണ്ടാവുന്നേ? നേട്ടം എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും കൂടിയാ. അന്ന് നടന്ന സംഭവങ്ങൾ നീലിമ എന്നോട് പറഞ്ഞു. ഇത്രയുമേ നിങ്ങൾക്കറിയൂ. പക്ഷേ അവിടെ വെച്ച് മറ്റൊരു സംഭവം ഉണ്ടായി. ടീനെ ഒരാൾ രക്ഷിച്ചു. ആര്? സ്നേഹ. ടീനെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, സ്നേഹയ്ക്കൊപ്പം. പക്ഷെ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങളാണ് അവളെ കൊല്ലാൻ നോക്കിയെന്ന് അവൾക്കറിയാം. അറിയാം. അതുകൊണ്ട് തന്നെ ഇനി അവളുടെ ആദ്യത്തെ ശത്രുക്കൾ നിങ്ങളായിരിക്കും. ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു മാർഗമേ ഇനിയുള്ളൂ. ടീനെ കണ്ടുപിടിച്ച് അവളെ എന്നേക്കുമായി ഇല്ലാതാക്കണം. നിങ്ങൾ വെറുതെ പറയുന്നതല്ലേ ഇതൊക്കെ? എനിക്ക് വിശ്വാസമില്ല. ഞാൻ പറയുന്നത് സത്യമാണ്. സത്യം മാത്രമേ ഞാൻ പറയാറുള്ളൂ. ടീന മരിച്ചു എന്നുള്ള തോന്നൽ കൊണ്ടാണ് അവളുടെ ആത്മാവ് നിങ്ങളെ തേടി വരുന്നതായി നിങ്ങൾക്ക് തോന്നുന്നത്. അബോധ മനസ്സിന്റെ ചില കുസൃതികൾ. ഇനി എന്താ ചെയ്യേണ്ടത്? ഉടനെ തന്നെ അവളെ കൊലപ്പെടുത്തണം. നിങ്ങളെ പറ്റിയുള്ള രഹസ്യം പറയാൻ അവൾ ഉണ്ടാവരുത്.